വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ JPC റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ കേരള എംപിമാർ അല്പസമയത്തിനകം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കും. LDF, UDF എംപിമാർ സംയുക്തമായാണ് പ്രതിഷേധിക്കുക. വിഷയം പാർലമെന്റിലും ഉയർത്തും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാട് ചേരുന്നു. ബൽറാം, കേന്ദ്രമന്ത്രിമാരുടെ ആ കേരള വിരുദ്ധ പരാമർശങ്ങൾ ഏത് രീതിയിലാണ് സഭയിൽ ഉന്നയിക്കാൻ കേരളത്തിലെ എംപിമാരുടെ നീക്കം? അതോടൊപ്പം ഇന്നലെ ലോക്സഭയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നതാണ് ഈ വഖഫ് ഭേദഗതി. എന്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം? ബൽറാം. ഹഷ്മി, ഈ വഖഫ് JPC ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ലിസ്റ്റിലും ഒപ്പം തന്നെ റിവൈസ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ആ ലിസ്റ്റ് പുതുക്കിയ ഘട്ടത്തിലാണ് ഈ വഖഫ് JPC റിപ്പോർട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ലിസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കും എന്നാണ് ഈ JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ളവർ തങ്ങളുടെ വിയോജനക്കുറിപ്പ് പോലും എഡിറ്റ് ചെയ്ത് പല പേജുകളും ഒഴിവാക്കിയാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ലീഗ് അംഗങ്ങൾ ഈ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏകപക്ഷീയമായാണ് JPC പ്രവർത്തിച്ചത് എന്നും ഒപ്പം തന്നെ ചെയർമാൻ ഏകാധിപത്യപരമായ പ്രവണതയാണ് പ്രകടിപ്പിച്ചത് എന്നും പ്രതിപക്ഷാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ മുഴുവനായും തഴഞ്ഞു എന്നുമുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് JPC പ്രവർത്തിച്ചത്. 6 മാസത്തോളം സമയമെടുത്താണ് JPC റിപ്പോർട്ട് തയ്യാറാക്കിയത്. അഭിപ്രായം പറയാൻ ഉള്ളവരുടെ മുഴുവൻ അഭിപ്രായം തേടി അതെല്ലാം പരിഗണിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ അത് വോട്ടിനിട്ടാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. അത് സാധാരണ ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. പാർലമെന്റിൽ പോലും വോട്ടിനിട്ടാണ് തീരുമാനമെടുക്കുക. അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് JPCക്കുള്ളിലും ഉണ്ടായത് എന്നും ഈ 480 ിലേറെ പേജുള്ള റിപ്പോർട്ടിൽ 281 പേജുകൾ വിയോജനക്കുറിപ്പ് ഈ പ്രതിപക്ഷം സമർപ്പിച്ചിട്ടുണ്ട് എന്നും അൺപാർലമെന്ററി ആയ പദപ്രയോഗങ്ങളും കുറ്റപ്പെടുത്തലുകളും അടങ്ങുന്ന പേജുകൾ മാത്രമാണ് ഒഴിവാക്കിയത് എന്നുമാണ് JPC അധ്യക്ഷന്റെ വിശദീകരണം. അതേസമയം കേരളത്തെ ബജറ്റിൽ പൂർണ്ണമായും തഴഞ്ഞു എന്ന ആരോപണവുമായി കേരളത്തിലെ എംപിമാർ ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കേരളത്തിലെ UDF, LDF എംപിമാർ ഒന്നിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ വിഷയം പാർലമെന്റിലും ഉന്നയിക്കാൻ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ തീരുമാനം എന്നുള്ളത്. കേരളത്തിലെ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു ബജറ്റായിരുന്നു ഇത്തവണത്തേത്. വയനാടിനുള്ള പുനരധിവാസ പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഈ കാര്യത്തിൽ പൂർണ്ണമായും തഴഞ്ഞു എന്നാണ് ആരോപണം. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ നടത്തിയ ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വഖഫ് ബില്ലിൽ വിയോജനക്കുറിപ്പുകളുടെ ഭാഗങ്ങൾ സമ്മതമില്ലാതെ തിരുത്തിയെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതിന്റെ ഭാഗം അങ്ങനെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് അവതരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം.